All of you take page number 181, Wheels to Computers. Lesson 2, Wheels to Computers. About 1.5 million years ago, early man started to make simple tools. At first, he broke stones into two and used the sharp edges as knives. Today, man has developed efficient machines which can do almost every task. നമുക്കറിയാം many years ago, about 1.5 million years ago, early man started to make different tools, simple tools. ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. At first, he broke stones into two and used the sharp edges as knife. ആദ്യം അവരെന്താ ചെയ്തത്? Many years ago, man cut the stone into two pieces. Then these pieces used as knives. These sharp edges used as knives. എന്ത് ചെയ്തു? ആദ്യം കല്ലുകൾ 2 പീസാക്കി, എന്നിട്ട് അതിന്റെ നല്ല മൊനയുള്ള നല്ല എഡ്ജുള്ള ഭാഗം കത്തിയായി അവര് ഉപയോഗിക്കാൻ തുടങ്ങി, കത്തി പോലെ. ഇന്നെന്തായി? ഇന്ന് nowadays, today, people discovered many tools, many knives, then knives, axe, different types of tools are available in this society now. Okay, ഇന്ന് പല തരത്തിലുള്ള ടൂൾസ് ഉണ്ട്. പക്ഷെ അന്ന് എന്തായിരുന്നു? അന്ന് കല്ലുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ടൂൾസ് ഉണ്ടായത്, അല്ലേ? യെസ്. ഫ്രം സ്റ്റോൺസ് ടു മെറ്റൽ, സ്റ്റോണിൽ നിന്ന് മെറ്റലിലേക്ക്. ഫ്രം സ്റ്റോൺ, wood, horn and bone, man gradually moved over to use of copper to make his tools and utensils. The discovery of copper must have been accidental. Some pieces of rock, after have been heated in a fire, must have left behind a hard, shining material. Gradually, man learned to identify this metal from the ordinary rock. Over the years, he was able to use this metal, called copper, to make better and more useful tools and weapons. എന്താ പറഞ്ഞേ? ഫ്രം സ്റ്റോൺ, സ്റ്റോണിൽ നിന്ന് എന്ത് ചെയ്തു? വൂഡിലേക്കായി, മരത്തിന്റെ കല്ലിൽ നിന്ന് ആദ്യം മരത്തിലേക്ക്. പിന്നെ ഹോൺ ആൻഡ് ബോൺ, പിന്നെന്താ? കൊമ്പിൽ നിന്ന്, കൊമ്പും എല്ലൊക്കെ അവരെന്താ യൂസ് ചെയ്യാൻ തുടങ്ങി? ടൂൾസ് ആയി യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദ്യം അവർ കല്ല് ഉപയോഗിച്ചാണ് ടൂൾസ് ഉണ്ടാക്കിയത്, അല്ലെ? Early man used stones to use as tools. Then from stone, this became wood. Then next, horn and bone. ആദ്യം കല്ലായിരുന്നു, പിന്നെ മരം ഉപയോഗിക്കാൻ തുടങ്ങി. അതിനുശേഷം അവര് ഹോൺ മീൻസ് കൊമ്പ്, അതുപോലെ ബോൺ എല്ലുകളൊക്കെ അവരെന്ത്, മൃഗങ്ങളുടെ ഒക്കെ എല്ലൊക്കെ ഉപയോഗിച്ചവര് ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി പണ്ട്. ഇന്ന് നമുക്കറിയാം nowadays different types of tools available, അല്ലേ? കോപ്പർ മെയ്ഡ്, അല്ലെ? കോപ്പർ മെയ്ഡ്, അയൺ മെയ്ഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ്. പല തരത്തിലുള്ള ടൂൾസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. നമുക്കറിയാം കത്തി തന്നെ പല തരത്തിലുള്ള കത്തികൾ ഉണ്ട്, അല്ലെ? കത്തിയുണ്ട്, കോടാലി, പിന്നെ തൂമ്പ, അങ്ങനെയുള്ള പല തരത്തിലുള്ള ടൂൾസ് നമുക്ക് ഇന്ന് ലഭ്യമാണ്. അപ്പൊ ആദ്യം കല്ലായിരുന്നു, കല്ലിൽ നിന്ന് മെറ്റലിലേക്കായി മാറി, കോപ്പറും അങ്ങനെയുള്ള സാധനമൊക്കെ ഉപയോഗിച്ചുള്ള ടൂൾസ്. A few thousand years later, man discovered iron and found that it was stronger than copper. He began to make tools like axes, ploughs, shovels, and sickles. With these, he could chop trees, clear forests, dig the ground, and cultivate land. Hunting animals became easier. Man gradually became a skilled blacksmith, carpenter, farmer, hunter, and potter. അപ്പൊ നമ്മൾ പറഞ്ഞു ആദ്യം അവരെന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി? കല്ലായിരുന്നു, കല്ല് മാറി പിന്നെ കോപ്പർ, ചെമ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. ആഫ്റ്റർ കോപ്പർ, മാൻ ഡിസ്കവേർഡ് അയൺ, അല്ലെ? മാൻ ഡിസ്കവേർഡ് അയൺ, മാൻ യൂസ്ഡ് അയൺ. ഇറ്റ് ഈസ് എന്താ? അത് കൂടുതൽ നല്ലതാണ്. ഇറ്റ് ഈസ് വെരി ഗുഡ്, ബെറ്റർ ദാൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ കോപ്പർ. അത് കോപ്പറിനേക്കാൾ നല്ലതാണെന്ന് അവർക്ക് തോന്നി. കാരണം അതിനേക്കാൾ നല്ലൊരു സ്ട്രോങ് ആണ്, അതിനേക്കാൾ സ്ട്രോങ് ആണ് ഏത് അയൺ എന്ന് തോന്നി അവർക്ക്. അങ്ങനെ ഹി ബിഗാൻ ടു മേക്ക് ടൂൾസ് ലൈക്ക് ആക്സസ്. അങ്ങനെ അവര് അയൺ കൊണ്ട് ആക്സ്, കോടാലി, പ്ലഫ്സ്, ഷവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ കോഴി എടുക്കുന്ന സാധനമില്ലേ, ഷവൽ. അതുപോലെ സിക്കിൾസ് മീൻസ് വാള്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ സിക്കിളും ആക്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അവർക്ക്
ട്രീസ് കട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫോറസ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കും അവര്. മനസ്സിലായല്ലോ? അപ്പൊ early man used copper. After this copper, people identified iron is better than copper. They made different types of tool with iron. Different types of tools with iron. Different types of tools such as plows, axes, knives, sickles, etc. These tools used for clear the tree, clear the forest, then cut the trees, dig the ground, cultivate land, etc. ഇങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിച്ച് അവർ എന്തുണ്ടാക്കാൻ തുടങ്ങി? ഫോറസ്റ്റ് ക്ലിയർ ആക്കാൻ തുടങ്ങി. വീടും കാര്യങ്ങളൊക്കെ കെട്ടാൻ വേണ്ടിയുള്ള ഫോറസ്റ്റ് ക്ലിയർ ആക്കുക, കുഴി കുഴിക്കുക, പിന്നെയോ മരം ചോപ്പ് ചെയ്യുക, പിന്നെ ആനിമൽസിനെ ഹണ്ട് ചെയ്യുക. അതിനൊക്കെ വേണ്ടി ഇവര് ഈ സംഭവങ്ങളൊക്കെ ഈ ടൂൾസ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. മാൻ ഗ്രാജുവലി ബിക്കെയിം എ സ്കിൽഡ് ബ്ലാക്ക് സ്മിത്ത്. അങ്ങനെ കോപ്പറിൽ നിന്ന് അയണിലെത്തി. അതിനുശേഷം ഇവർ എന്തായി മാറി? അയൺ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ ബ്ലാക്ക് സ്മിത്ത്, കാർപ്പന്റർ, ഫാർമർ, ഹണ്ടർ, പോട്ടർ ഇങ്ങനെയുള്ള ജോലിയൊക്കെ അവർ തുടങ്ങി അല്ലേ? ബ്ലാക്ക് സ്മിത്തിന്റെ പണിയെടുക്കാൻ തുടങ്ങി, പിന്നെ കാർപ്പന്ററിന്റെ പണിയെടുക്കാൻ തുടങ്ങി, ഫാർമറിന്റെ പണി, ഹണ്ടർ, പോട്ടർ ഇങ്ങനെയുള്ള പല ജോലികളിൽ അവർ ഏർപ്പെടാൻ തുടങ്ങി. മനസ്സിലായില്ലേ ഷഹാന? അപ്പൊ ആദ്യം അവരെന്ത് ചെയ്തു? ആദ്യം കല്ല് ഉപയോഗിച്ചു, അതിനുശേഷം കോപ്പറായി, കോപ്പറിൽ നിന്ന് അയണിലേക്ക് വന്നു. അയൺ അവര് കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് മനസ്സിലായി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഉണ്ടാക്കാം അല്ലെ? കോപ്പറിനെക്കാളും ബെറ്റർ ആണ്, ടൂൾസിന് ഏറ്റവും ബെറ്റർ അയൺ ആണെന്ന് അവർക്ക് മനസ്സിലായി. കോപ്പറിനെക്കാളും സ്ട്രോങ് അയൺ ആണെന്ന് മനസ്സിലായപ്പോൾ അവര് പലതരത്തിലുള്ള ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ടൂൾസ് ഉണ്ടാക്കി ആ ടൂൾസ് ഉപയോഗിച്ച് അവർ കുഴി കുഴിക്കാനും അഗ്രികൾച്ചർ നടത്താനും ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാനും മരം മുറിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ യൂസ് ചെയ്തു. അങ്ങനെ കാലക്രമേണ അവർ ആരായി മാറി? പല ആൾക്കാരും അല്ലെ? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബിക്കെയിം സ്കിൽഡ് കാർപ്പന്റേഴ്സ്, സ്കിൽഡ് ബ്ലാക്ക് സ്മിത്ത്, ഫാർമർ, പോട്ടർ എക്സെട്ര. മനസ്സിലായില്ലേ മക്കളെ? നെക്സ്റ്റ് വൺ സ്റ്റീം എഞ്ചിൻ. ആവി യന്ത്രം അല്ലെ? സ്റ്റീം എഞ്ചിൻ എന്താ നോക്കാം. ദ ഇൻവെൻഷൻ ഓഫ് ദ സ്റ്റീം എഞ്ചിൻ ഇൻ 1769 by James Watt was a very big leap forward. The power which steam could generate was already known. All that was needed was to control and use this power. With the invention of the steam engine, many things became possible. The engine was adapted for various uses. 50 years later, George Stephenson based his rail engine on the steam engine. Later, petrol, diesel, and electric engines were made. Thus began the age of motor cars, buses, and more powerful rail engines. അതായത് ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എഞ്ചിൻ. ആദ്യമായി സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് എപ്പോഴായിരുന്നു? 1769. In 1769, James Watt, important person James Watt discovered steam engine in 1769. 1769 ജെയിംസ് വാട്ട് എന്ത് കണ്ടുപിടിച്ചു? സ്റ്റീം എഞ്ചിൻ, ആവി യന്ത്രം കണ്ടുപിടിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? 50 years later, ജോർജ് സ്റ്റീഫൻസൺ based his rail engine on the steam engine. Later, petrol, diesel, and electric engines were made. അതിനുശേഷം ഇപ്പൊ കുറച്ചു കാലമായിട്ട് എന്താ? ഇപ്പൊ ഒക്കെ നമുക്കറിയാം സ്റ്റീം എഞ്ചിൻ ഒന്നും അല്ല ഉള്ളത് അല്ലേ? ആണോ? അല്ല, ഇപ്പൊ ഇലക്ട്രിക് എഞ്ചിനാണ് ഉള്ളത് അല്ലേ? ഇലക്ട്രിക് എഞ്ചിൻ, ഡീസൽ എഞ്ചിനാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം റെയിൽവേ ഒക്കെ പണ്ട് സ്റ്റീം എഞ്ചിൻ ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി എന്തായി? ആവിയന്ത്രം മാറി ഇലക്ട്രിക് എഞ്ചിനായി മാറി. ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എഞ്ചിൻ in 1769, 1769 സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ജെയിംസ് വാട്ട്. ആരായിരുന്നു? സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാ കുട്ടികളെ? ജെയിംസ് വാട്ട്. ഇൻ വിച്ച് ഇയർ? 1769, 1769 ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. ഓക്കെ, അത്ര ഒന്ന് വായിച്ചു നോക്കിയ പെട്ടെന്ന് ആ ഒരു പേജ്. റുവൈസെ വായിക്ക് മോനെ.
കണ്ടോ? നിങ്ങൾ കണ്ടോ? ട്രെയിനിലെ വ്യത്യാസം കണ്ടോ? സ്റ്റീം എഞ്ചിനും ഇലക്ട്രിക് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? കണ്ടോ? സ്റ്റീം എഞ്ചിന്റെ കണ്ടോ നിങ്ങൾ എങ്ങനെയാന്ന്? പുക കണ്ടോ? നന്നായി പുക പോകുന്നുണ്ടില്ലേ? ഇലക്ട്രിക് എഞ്ചിന് പുകയുണ്ടോ? പുകയുണ്ട്, പക്ഷെ അങ്ങനെ നല്ല പുകയുണ്ടോ? ഇല്ല. അതിന്റെ ഫ്രണ്ടിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ജോസി വായിച്ചോ? ജോസി വായിക്കേ. Okay. Then next page le 182. All of you take page number 82. 182. Earlier, every little article could be made by one hand. Now machines have taken over. The better things are produced in large numbers and in much less time. നമുക്കറിയാം പണ്ടത്തെ കാലത്ത് ഓരോ ജോലി ചെയ്യണമെങ്കിലും മെഷീൻ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? അപ്പൊ ആൾക്കാരായിരുന്നു ജോലി ചെയ്തിരുന്നത്. കൃഷി നടത്തണമെങ്കിലും എന്താ എല്ലാ ജോലിയും ആൾക്കാരായിരുന്നു ചെയ്തത്. അപ്പൊ അവരുടെ കൈകൊണ്ട് തന്നെയായിരുന്നു പണ്ടുള്ള ജോലികളൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് സമയം എടുക്കും അല്ലെ? മെഷീൻ ആയപ്പോ എന്ത് സംഭവിച്ചു? മെഷീൻ വന്നതുകൊണ്ട് എന്താ ഉപയോഗം? എന്താ ഉള്ളത്? നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാം അല്ലെ? കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് ജോലി തീർക്കാം. നമുക്കറിയാം ഒരു കിണർ കുഴിക്കണമെങ്കിൽ പണ്ടൊക്കെ എത്രയോ ആൾക്കാർ കുറെ മാസങ്ങളൊക്കെ പണിയെടുത്തായിരിക്കും ഒരു കിണർ ഉണ്ടാക്കുക. ഇപ്പൊ എന്തായി? ഇപ്പൊ എന്താ? ഒരു കുഴക്കിണറിന്റെ വണ്ടി ഇതാ വന്നു, 2 മണിക്കൂറാകുമ്പത്തിന് കുഴലടിച്ച് വെള്ളം കണ്ടു, അവര് പോയി അല്ലെ? ഒരു കുഴി കുഴിക്കണോ? JCB നീക്കം വലിക്കണോ? പണ്ടൊക്കെ കുറെ ആൾക്കാര് തൂമ്പയും കൈക്കോട്ടൊക്കെ എടുത്ത് കോരി നേരെയാക്കണായിരുന്നു അല്ലെ? കുഴിച്ചൊക്കെ നേരെയാക്കണായിരുന്നു. ഇപ്പൊ എന്താ? ഹലോ, ഇന്ന ആളല്ലേ JCB കൊണ്ടുവന്നു, നാളെ അവര് വരുമോ? 2 മണിക്കൂറത്തെ പണിയുണ്ട്. അവര് വന്നു, JCB കാരൻ വന്നു, എല്ലാം ശരിയാക്കി പൈസ വാങ്ങി അയാൾ പോയി. അപ്പൊ കുറച്ച് സമയം മാത്രം മതി അല്ലെ? അപ്പൊ അതാണ് മെഷീന്റെ വ്യത്യാസം. നമുക്കറിയാം വീടുകളിൽ അലക്ക് പണ്ടൊക്കെ അമ്മ തോട്ടിൽ പോയി അല്ലെ തുണിയൊക്കെ വൃത്തി കഴുകിക്കൊണ്ടുവരുന്നു. ഇപ്പൊ എന്താ? തുണിയൊക്കെ ഇട്ടു, ഒരു സാധനത്തിനകത്തോട്ട് അങ്ങ് ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് സോപ്പ് പൊടി ഇട്ടു, ഒരു സ്വിച്ച് അവിടെ ഓണാക്കി, തുണി അലക്കി കിട്ടി അല്ലെ? അതാണ് ഇപ്പൊ എന്താ? പെട്ടെന്ന് കഴിഞ്ഞു അല്ലെ? ഈസിയാണ്, കാര്യങ്ങൾ ഈസിയാണ്, കുറച്ച് ടൈമും മതി. There is story about a skilled ironsmith who used to make rifles in his little workshop. It took him early 2 weeks of hard work to produce a rifle. One day, he was given an order to be delivered within a fixed period. The people of the small town were quite excited about the challenge. They wondered how the ironsmith would manage to produce so many rifles in such a short period. ഒരു സ്റ്റോറി പറയാണ്. There is a story about a skilled ironsmith. ഒരു അയൺ സ്മിത്തിനെ കുറിച്ച്, ഒരു കഴിവുള്ള അയൺ സ്മിത്തിന്റെ ഒരു കഥ നോക്ക്. Who used to make rifles in little workshop. ഒരു അദ്ദേഹത്തിന്റെ ചെറിയ വർക്ക്ഷോപ്പിലെ ഒരു റൈഫിൾ ഉണ്ടാക്കിയ ഒരു അയൺ സ്മിത്തിന്റെ കഥ. It took him nearly 2 weeks of hard work to produce a rifle. അദ്ദേഹം എന്ത് ചെയ്തു? 2 ആഴ്ച ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു റൈഫിൾ പ്രൊഡ്യൂസ് ചെയ്തത്, ഒരു റൈഫിൾ ഉണ്ടാക്കിയത്. One day, ഒരു ദിവസം, he was given an order to be delivered within a fixed period. എന്ത് പറഞ്ഞു? ഒരു പ്രത്യേക ഒരു ഫിക്സഡ് പീരീഡിനുള്ളത് ഡെലിവർ ചെയ്യാൻ ഓർഡർ. The people of the small town were quite excited about the challenge. അദ്ദേഹം ഓർഡർ ചെയ്തു. എന്താ? He ordered. അദ്ദേഹം ഓർഡർ കൊടുത്തത് എന്താണ്? അദ്ദേഹം ഓർഡർ കൊടുത്തത്? ഒരു ഫിക്സഡ് ടൈമിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് റൈഫിൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ the people of the small town were quite excited about the challenge. ഈ ചലഞ്ച് കേട്ടപ്പം ആ വില്ലേജിലെ ആൾക്കാർക്കൊക്കെ വളരെ എക്സൈറ്റഡ് ആയി. They wondered, അവർക്ക് അത്ഭുതം തോന്നി, how the ironsmith would manage to produce so many rifles in such a short period. ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഇയാൾ എങ്ങനെ ഇത്രയും റൈഫിൾസ് ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ച് ആർക്ക്? വില്ലേജ് പീപ്പിളിന് അത്ഭുതം തോന്നി.
അപ്പൊ പറയണ ഇതാണ് പറയുന്നത്, ഒരു അയൺ സ്മിത്ത് ഒരു റൈഫിള് കഷ്ടപ്പെട്ട ഒരു റൈഫിൾ ഉണ്ടാക്കിയ ഒരു അയൺ സ്മിത്തിന്റെ കഥയാണ്. അദ്ദേഹത്തിനോട് എന്താ കുറച്ച് ഒരു എന്താ പറയാ ഫിക്സഡ് പീരീഡ് കൊണ്ട് റൈഫിൾസ് ഉണ്ടാക്കുന്നത് പറഞ്ഞു. അത് അറിഞ്ഞപ്പം ആ ഒരു ഗ്രാമത്തിലെ എല്ലാവർക്കും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇങ്ങനെ എത്ര പെട്ടെന്ന് എങ്ങനെ റൈഫിൾ ഉണ്ടാക്കും എന്നതിനെ കുറിച്ച്. ദെൻ ഡേറ്റ് ഓഫ് ഡെലിവറി ഫോർ ദ റൈഫിൾസ് ഡ്രൂ നിയർ. ഡേറ്റ് ഓഫ് ഡെലിവറി വന്നു, റൈഫിൾസ് ഡെലിവർ ചെയ്യേണ്ട സമയമായി. ബട്ട് ദർ വാസ് നോ സൈൻ ഓഫ് ദ റൈഫിൾസ് ഇൻ എ സ്മോൾ ഷോപ്പ്. ഇതില്ല, there was no sign of the rifles in the small shop. ആ ചെറിയ കടയിലെ റൈഫിൾസിന്റെ സിഗ്നൽസ് ഒന്നും കാണുന്നില്ല. Then one day, ഒരു ദിവസം, the ironsmith went to his client with 2 boxes. അദ്ദേഹം എന്ത് ചെയ്തു? അയൺ സ്മിത്ത് went to his ക്ലൈന്റിന്റെ അടുത്തേക്ക് പോയി. with 2 boxes, 2 വലിയ ബോക്സുമായിട്ട് അദ്ദേഹത്തിന്റെ ക്ലൈന്റിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ ക്ലൈന്റ് മീൻസ് അദ്ദേഹം ജോലി പഠിപ്പിക്കുന്ന ഒരാളുടെ അടുത്ത്, അദ്ദേഹത്തിന് കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ജോലി പഠിപ്പിച്ചു കൊടുത്ത ഒരു വ്യക്തിയുടെ അടുത്തേക്ക് 2 വലിയ ബോക്സുമായി അദ്ദേഹം പോയി. ദീസ് കണ്ടെയ്ൻ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് എ റൈഫിൾ. ഈ 2 ബോക്സിൽ എന്താ ഉണ്ടായിരുന്നേ? പാർട്സ് ഓഫ് റൈഫിൾ ഉണ്ടാക്കാൻ ആവശ്യമായ പാർട്സ് ആയിരുന്നു ആ 2 ബോക്സിൽ ഉണ്ടായിരുന്നത്. ദ അയൺ സ്മിത്ത് സാറ്റ് ഡൗൺ ആൻഡ് ഫിറ്റഡ് ദം ടുഗദർ ടു മേക്ക് എ ഡസൺ ഐഡന്റിക്കൽ റൈഫിൾസ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ അയൺ സ്മിത്ത് ആ നിലത്തവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? ബോക്സ് അങ്ങ് തുറന്നിട്ട് ഇതിന്റെ പാർട്സ് ഒക്കെ എടുത്ത് എല്ലാം കൂടെ പെട്ടെന്ന് ഫിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അദ്ദേഹം എന്തുണ്ടാക്കി? ഡസൺ ഐഡന്റിക്കൽ റൈഫിൾസ്. ഒരു ഡസൺ 12 റൈഫിൾസ് അദ്ദേഹം ഉണ്ടാക്കി. ദ ക്ലൈന്റ് വാസ് സർപ്രൈസ്ഡ്. അദ്ദേഹത്തിന്റെ ക്ലൈന്റിന് അത്ഭുതം തോന്നി. ടു സീ ദാറ്റ് ഓൾ റൈഫിൾസ് വർ എക്സാക്ട്ലി ദ സെയിം. എന്താ അത്ഭുതപ്പെട്ടത്? ഇത് റൈഫിൾ പോലെ തന്നെ ഉണ്ടല്ലോ. അവർ കണ്ടപ്പം അദ്ദേഹത്തിന്റെ ക്ലൈന്റിന് അത്ഭുതമായി. കാരണം 2 ബോക്സും കൊണ്ടാണ് വന്നത്. ബോക്സ് അവിടെ വെച്ചു, അദ്ദേഹം നിലത്തിരുന്നു, ആ ബോക്സ് തുറന്ന് അതിലത്തെ പാർട്സ് ഒക്കെ എടുത്ത് അദ്ദേഹം 12 റൈഫിൾസ് ഉണ്ടാക്കി. ദ അയൺ സ്മിത്ത് ഹാഡ് പ്രൊഡ്യൂസ്ഡ് ദ ഡിസൈൻ ആൻഡ് മോഡൽ ഓഫ് എ റൈഫിൾ. Then he prepared a molds to make the various parts. He gave each mold to as many blacksmiths as there were parts. Each blacksmith made 10,000 parts from the mold. Now all that ironsmith had to do was to assemble the different parts. That is a perfect example of mass production. അപ്പൊ മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളത്. അതാണ് നമ്മൾ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയുക. എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ മാസ് പ്രൊഡക്ഷൻ എന്ന് പറയാം. അയൺ സ്മിത്ത് എന്താ ചെയ്തെന്നറിയോ? അയൺ സ്മിത്ത് ഹാഡ് പ്രൊഡ്യൂസ് ദ ഡിസൈൻ ആൻഡ് മോഡൽ ഓഫ് എ റൈഫിൾ. ഈ അയൺ സ്മിത്ത് എന്ത് ചെയ്തു? മോഡൽ ഉണ്ടാക്കി, റൈഫിളിന്റെ മോഡൽ ഉണ്ടാക്കി. അതുപോലെ ഡിസൈനും മോഡലും ആരാ ചെയ്തതെന്നറിയോ? ഈ അയൺ സ്മിത്ത് ആണ് ചെയ്തത്. Then he prepared a molds to make a various parts. അതിന്റെ ഓരോ പാർട്സും, റൈഫിളിന്റെ പല പാർട്സിൽ. എന്താ റൈഫിൾ എന്ന് പറഞ്ഞാൽ? എന്താ? തോക്കല്ലേ? അപ്പം റൈഫിൾ ഉണ്ടാക്കാൻ ആവശ്യമായ പാർട്സ്, ഓരോ പാർട്സ് വേണമല്ലോ, അതിന്റെ പാർട്സിന്റെ ഒക്കെ മോൾസ് അളവ് അദ്ദേഹം ഉണ്ടാക്കി. He gave each mold to as many blacksmiths. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഓരോ മോൾഡും ഓരോ ബ്ലാക്ക് സ്മിത്തിന് കൊടുത്തു. അപ്പൊ അദ്ദേഹം റൈഫിളിന്റെ ഓരോ പാർട്സ് ഉണ്ടാക്കി, മോൾഡ് ഉണ്ടാക്കി, എന്നിട്ട് ഓരോ ബ്ലാക്ക് സ്മിത്തിന് അത് കൊടുത്തു. ഈച്ച് ബ്ലാക്ക് സ്മിത്ത് മേഡ് 10,000 പാർട്സ് ഫ്രം ദ മൗൾഡ്. ആ മൗൾഡ് ഉപയോഗിച്ച് മൗൾഡിൽ നിന്ന് 10,000 പാർട്സ് ഓരോ ബ്ലാക്ക് സ്മിത്തും ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹത്തിന് കാര്യം എളുപ്പമായില്ലേ? അല്ലേ? അതായത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ വേഗം കുറെ ആൾക്കാർ ഒരുമിച്ച് നിന്നാൽ ചെയ്യാൻ പറ്റുമെന്നാ പറഞ്ഞത്. അല്ലേ? ഒരു റൈഫിൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ 10 റൈഫിൾ ഉണ്ടാക്കണമെങ്കിൽ ഓരോന്നിനെയും പാർട്സ് ഓരോരാൾക്ക് ഉണ്ടാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോരാൾ ഉണ്ടാക്കി കൊണ്ടുവരും. അല്ലേ? അവിടെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പെട്ടെന്ന് കൂട്ടിച്ചേർത്തലായില്ലേ? അല്ലേ? അതാണ് പറഞ്ഞത്. എന്താ? എല്ലാവരും മാസ് പ്രൊഡക്ഷൻ, എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ജോലി ചെയ്തു തീർക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ എന്താ അയൺ സ്മിത്തിന്റെ കഥ? അയൺ സ്മിത്തിന് ഒരു റൈഫിൾ ഉണ്ടാക്കണം. അദ്ദേഹത്തിന്റെ ലിറ്റിൽ വർക്ക്ഷോപ്പിൽ അദ്ദേഹം റൈഫിൾ ഉണ്ടാക്കി. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഓർഡർ കിട്ടി. എന്താ ഓർഡർ കിട്ടിയത്? ഒരു ഫിക്സഡ് പീരീഡിനുള്ളിൽ ഇത്ര റൈഫിള് ഉണ്ടാക്കി തരണമെന്നൊരു ഓർഡർ കിട്ടി. അദ്ദേഹം അത് ഏറ്റു. അപ്പൊ ആ ഏരിയയിൽ, ആ വില്ലേജിലെ ആൾക്കാർക്കൊക്കെ അത്ഭുതമായി. കാരണം എന്താ, ഇവൻ എന്താ ഇങ്ങനെ പെട്ടെന്ന് ഇത് സമ്മതിക്കുന്നതെന്നുള്ളൊരു അത്ഭുതം. അങ്ങനെ അദ്ദേഹം ഡേറ്റ് ഓഫ് ഡെലിവറി കഴിഞ്ഞിട്ടും കടയിൽ സാധനങ്ങളൊന്നും കാണുന്നില്ല, കടയിൽ റൈഫിളൊന്നും എത്തിയിട്ടില്ല. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ക്ലയന്റ് 2 ബോക്സുമായി വന്നു. 2 ബോക്സുമായി വന്നപ്പം ആ ബോക്സും കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു?
ആ നിലത്ത് അവിടെ ഇരുന്നു അല്ലെ, ആ അയൺ സ്മിത്ത് അവിടെ ഇരുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തേ, അതങ്ങ് തുറന്ന് വെച്ചിട്ട് അദ്ദേഹം പാർട്സ്, എല്ലാ പാർട്സും കൂടെ യോജിപ്പിച്ചതിന് ശേഷം 12 റൈഫിൾ ഉണ്ടാക്കി. 12 റൈഫിൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഇത്രേ ചെയ്തുള്ളൂ. എന്താ ചെയ്തേ? അയാൾ കൊണ്ടുവന്ന ബോക്സ് എടുത്തിട്ട് പാർട്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് റൈഫിൾ ഉണ്ടാക്കി. അതിനു മുമ്പ് അദ്ദേഹം ചെയ്തെന്താണെന്നറിയോ? ഓരോ പാർട്സും ഉണ്ടാക്കിയതിന് ശേഷം ഓരോ ബ്ലാക്ക് സ്മിത്തിന് കൊടുത്തു. വേറെ വേറെ ബ്ലാക്ക് സ്മിത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അതിന്റെ പാർട്ട് ഇത്ര എണ്ണം, 10,000 വെച്ച് 10,000 എണ്ണം അല്ലെങ്കിൽ 1000 എണ്ണം ഇത്ര പാർട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ബ്ലാക്ക് സ്മിത്തും അയാൾ പറഞ്ഞ എണ്ണത്തിനനുസരിച്ചുള്ള പാർട്സ് ഉണ്ടാക്കി കൊണ്ടുവന്നു. പാർട്സ് ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒരു സ്ഥലത്തെത്തി. അതെല്ലാം കൂടെ ഫിറ്റ് ചെയ്തപ്പം അവർ പറഞ്ഞ എണ്ണം റൈഫിൾ ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ എല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ടാണ്, എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ടാണ് എന്തുണ്ടായത്? അദ്ദേഹത്തിന് ആ പറഞ്ഞ സമയത്ത് അത്രയും റൈഫിൾ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ? മനസ്സിലായോ? ഇപ്പൊ ടെക്സ്റ്റ് വായിച്ചു നോക്കണേ. ഇത്രയൊന്ന് വായിച്ചു നോക്കുക. ആദിത്യ, ഷഹാന, ഗ്രേസ്, ഷിസ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടായി പോകും മക്കളെ. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.